ലാൽ സലാം. മോഹൻലാൽ വുഡിൽ നിന്ന് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ബോളിവുഡ് വിറയ്ക്കുന്ന കാര്യമാണ് കാണാൻ കഴിയുന്നത്. സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ തീർത്തത് അമ്മാതിരി കൊടൂരമായിട്ടുള്ള കണ്ണിൽ ചോരയില്ലാത്ത ഒരു റെക്കോർഡ് എന്ന് തന്നെ പറയാം. ആദ്യ മണിക്കൂറിൽ ആദ്യ ദിനത്തിൽ വിറ്റുപോയത് 625.48K ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വലിയ ഒരു കണക്കിലേക്ക് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ഉയരുന്നതായിരിക്കും. എന്താണേലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ എമ്പുരാൻ എത്തുമ്പോൾ അത് ഇന്ത്യൻ സിനിമയെ തന്നെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ്. എന്താണ് എൽ ബ്രാൻഡ്, എന്താണ് മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസ് പവർ എന്ന് കാണിക്കാൻ ഒരിക്കലെങ്കിലും അവസരം ലഭിച്ച ഒരു അപൂർവ വേള എന്ന് തന്നെ പറയാം. ഇന്ത്യൻ രാജാവ് മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയാൻ ഇനി സംശയങ്ങളുടെ ഒരാവശ്യവുമില്ല. ഇവിടെ നമുക്ക് ആദ്യ 24 മണിക്കൂറുകളിൽ തകർത്തെറിയപ്പെട്ട റെക്കോർഡുകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല, എമ്പുരാൻ്റെ റെക്കോർഡിന് ഒരുപാട് പിന്നിലാണ് ബാക്കി സിനിമകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ പ്രകാരം വരുന്നത്. ലിയോ, നമ്മളേവരെയും ഞെട്ടിച്ച, നമ്മളെ ഏവരെയും ത്രസിപ്പിച്ച ലിയോ എന്ന ചിത്രം 12 കോടി കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ടെങ്കിൽ ആദ്യ ദിനം പ്രീസെയിലിൽ ആദ്യ ടിക്കറ്റ് വിൽപ്പന ദിനത്തിൽ ലഭിച്ചത് 126K ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ പോയത്. പുഷ്പ 2 219K ആയപ്പോൾ ജവാൻ, ഹിന്ദി സിനിമയാണ്, നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് ഏത് റേഞ്ചിൽ പോകുന്ന സിനിമയായിരിക്കുമെന്നുള്ളത്. ആ ജവാൻ ഇന്ത്യയിൽ നേടിയത് 253K ആണെങ്കിൽ കൽക്കി, പ്രഭാസിൻ്റെ കൽക്കി 330K അടിച്ചപ്പോൾ സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കാത്ത മലയാളത്തിൽ നിന്ന് 100 110 കിട്ടിയാൽ വലിയ സംഭവം നമ്മൾ പറഞ്ഞിരുന്നിടത്തുനിന്ന് 625.48K ടിക്കറ്റുകൾ വിറ്റു എന്ന് പറയുമ്പോൾ അത് മോഹൻലാൽ എന്ന നടൻ്റെ പവർ എന്ത് എന്ന് കാണിക്കും. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ഒന്ന് അഴിഞ്ഞാടിയാൽ ഈ പറയുന്ന കിങ്കാനും അതേപോലെ തന്നെ തലൈവരും എല്ലാം ഒന്നുമല്ലാതാകുമെന്നുള്ളതിന് തെളിവാണ്. മോഹൻലാൽ എന്ന നടൻ ഹിന്ദി സിനിമയിലാകാഞ്ഞത് ആകെ അവർക്ക് സന്തോഷിക്കാനുള്ള ഒരവസരം എന്ന് തന്നെ പറയാം. എങ്ങാനും അങ്ങേർ ഹിന്ദി നടനായിട്ടായിരുന്നു അരങ്ങേറിയതെങ്കിൽ ഇന്ന് ഹിന്ദിയിൽ പറയുന്ന പല നടന്മാരും എന്ത് ചെയ്തേനെമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അങ്ങനെയാണ് ഈ ഒരു എൽ ബ്രാൻഡിൻ്റെ പവർ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊടൂരമെന്ന് തന്നെ പറയാം, കൊടൂരമെന്ന് പറയാം, അതിക്രൂരമെന്ന് തന്നെ പറയാം. ബോക്സ് ഓഫീസിനെ കൊല വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ് 386Kയും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാൻ കഴിയാത്ത ലെവലിലേക്കാണ് ഈ ഒരു സിനിമയുടെ പോക്ക്. ആദ്യ ദിനത്തിൽ അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇറങ്ങാൻ ഉള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ